ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മുടെ അടുക്കൽ ഇപ്പോൾ ദൈവം നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മിൽ പലരും ഏതെങ്കിലുമൊക്കെ ഭൗതിക കാര്യങ്ങളോ ഏതെങ്കിലും സ്ഥാനമാന ലബ്ധിക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് എന്നത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ ചിലരെങ്കിലും ആത്മീയ കാര്യങ്ങൾ മാത്രം ദൈവത്തോട് ആവശ്യപ്പെടുമെന്നുള്ളതും വാസ്തവം തന്നെയാണ്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ തുടർന്നുള്ള നിമിഷങ്ങൾ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം വാക്യം വായിക്കട്ടെ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ആ ആളിന് ദൈവവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതും നമുക്കറിയുന്ന കാര്യമാണല്ലോ. പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഒരു കഥ ഞാൻ ഇങ്ങനെ വായിച്ചു തോർക്കുന്നു. ക്രിസ്തീയ വിഭാഗത്തിലെ ചില ആത്മീയ നേതാക്കന്മാർ ഒരു യാത്ര പോവുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കാര്യമായിട്ട് നിങ്ങൾ എടുക്കണ്ട, എന്നാൽ നമ്മുടെ കാര്യമായിട്ട് തന്നെ എടുക്കുന്നതും തെറ്റുള്ള കാര്യമല്ല. യാത്രാമധ്യേ ഒരു ദ്വീപ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെയൊക്കെ ഒന്ന് കണ്ടുകളയാമെന്ന് വെച്ച് അവർ പായ്ക്കപ്പൽ അങ്ങോട്ടടുപ്പിച്ചു. തികച്ചും അവിചാരിതമായി 2-3 ദ്വീപ് നിവാസികളെ അവർ കാണാനിടയായി. ദ്വീപ് നിവാസികളായ ഇവർ ഓടിച്ചെന്ന് സ്വയം പരിചയപ്പെടുത്തി അവരെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഇവർ പറയുന്ന മുറി ഇംഗ്ലീഷ് ഈ വന്ന നേതാക്കന്മാർക്ക് അത്ര മനസ്സിലായില്ല. എന്നാൽ ഒരു പരുവത്തിന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുവാൻ അവർ ശ്രമിച്ചു. ആ സ്ഥലത്ത് മിഷണറിമാർ വന്നതും യേശുക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിച്ചതുമൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഈ യാത്രികരായി വന്ന ഇവർ ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന കർത്തൃപ്രാർത്ഥന അറിയാമോ? അവർ കൈമലർത്തി കാണിച്ചു, ഞങ്ങൾക്കറിയില്ല. അവർക്ക് വല്ലാത്ത ആശ്ചര്യമായി. ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നു, യേശുവിനെ അറിയുമെന്ന് പറയുന്നു, പക്ഷേ യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവർക്കറിയില്ല പോലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ദൈവത്തോട് പറയുന്നത് എന്നായി അവരുടെ ചോദ്യം. അവർ 3 പേരും ചേർന്ന് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങൾ 3, നിങ്ങൾ 3, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ അറിയുന്നവരും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ പ്രാപ്തരുമായി ഇവർക്ക് ചിരി വന്നു. ഏതായാലും ശരിയായ പ്രാർത്ഥന ഇവരെ പഠിപ്പിക്കാൻ തന്നെ ഇവർ തീരുമാനിച്ചു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പലവരും അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർക്ക് വേണ്ട നിലകളിൽ അത് പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ ദ്വീപ് വിട്ടു പോകുന്നതിന് മുമ്പ് തെറ്റുകൂടാതെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇവർ അവരുമായി സൗഹൃദം പങ്കുവച്ചു. വളരെ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. ചില നാളുകൾക്ക് ശേഷം ഇവർ അവിചാരിതമായി ഈ സ്ഥലത്ത് മടങ്ങി വരുവാനിടയായി. ഇവരെ 3 പേരെയും കാണുവാനും അവരുമായി സംസാരിക്കുവാനും അവസരം കണ്ടെത്തി. അപ്പോൾ ആദ്യം ചോദിച്ചത്, നിങ്ങൾ പ്രാർത്ഥന ഇപ്പോഴും ചൊല്ലുന്നുണ്ടോ? ഞങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണോ ചൊല്ലുന്നത്? അവർ 3 പേരും ചേർന്ന് പറഞ്ഞു, ഞങ്ങളോട് ക്ഷമിക്കണം, ആ പ്രാർത്ഥന പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനോ കാണാതെ പറയുവാനോ അറിയില്ല. ഞങ്ങൾക്ക് ആകെ അറിയാവുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. പ്രാർത്ഥന എന്നത് ദൈവശാസ്ത്രത്തിൻ്റെ വിജ്ഞാനം വിളമ്പേണ്ട സ്ഥലമല്ലല്ലോ. ഏതായാലും ഇവർ പോകുന്നതിന് മുമ്പ് അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നതുപോലെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊള്ളുക. ഇതിൻ്റെ ശരിതെറ്റുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അത് നിങ്ങൾക്ക് വിടുന്നു. യഥാർത്ഥ ക്രിസ്തീയ അനുഭവം നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിന് മഹത്വമാകത്തക്കവണ്ണം വേണ്ടുവണ്ണം പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.